ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുകയാണല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് റെയർ ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്വിസ് മത്സരത്തിൽ ചോദിച്ചാൽ നമുക്ക് എന്തായാലും പറയാൻ സാധിക്കണം. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നു പോവാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റ് ടൈമിൽ എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, 1885 ഡിസംബർ 28. അപ്പോൾ 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, അറിയാത്തവർ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എല്ലാവരും ഗസ് ചെയ്ത് നോക്കുക. ഉത്തരം അറിയാമോ? ഉത്തരം വരുന്നത് എ.ഒ. ഹ്യൂം ആണ്. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? എ.ഒ. ഹ്യൂം. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാബായ് നവറോജി. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിക്കുന്നത്? ദാദാബായ് നവറോജിയാണ്. ഓക്കെ ആണല്ലോ? കൂടെ തന്നെ എല്ലാവരും ഒന്ന് പഠിച്ചു പോവുക കേട്ടോ, അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്ത ചോദ്യം. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. ബാരിസ്റ്റർ ജി.പി. പിള്ള. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി? ആരാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായരാണ്. നമ്മൾ മുന്നേ എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. മറന്നു പോരുത്, രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, കറക്റ്റായി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം. യെസ്, 1937 ജനുവരി 12. 1937 ജനുവരി 12 ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? ഉത്തരം എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, മലബാർ കലാപമാണ്. 1921 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഉത്തരം പറ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ്? എല്ലാവരും ഉത്തരം പറയൂ. യെസ്, റൗലറ്റ് നിയമമാണ്. അറിയാത്തവർ പഠിച്ചു വെച്ചോളൂ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യം നോക്കൂ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഉത്തരം നോക്കൂ. ഹണ്ടർ കമ്മീഷനാണ്. ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നോക്കൂ. കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ച നേതാവ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ച നേതാവ് ആരാണ്? നിങ്ങൾക്കറിയാമോ? ഉത്തരം നോക്കൂ. താന്തിയ തോപ്പി. ആരാണ്? താന്തിയ തോപ്പിയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ച നേതാവ്. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആരുടെ കൃതിയാണ്? ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം നോക്കിക്കോളൂ. വി ഡി സവർക്കർ. ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നത് വി ഡി സവർക്കർ എഴുതിയൊരു കൃതിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തി ചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ചോദ്യം നോക്കുക. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തി ചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അറിയാമോ? ഉത്തരം ലാലാ ലജ്പത് റായ്. ആരാണ്? ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തി ചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ഇനി അടുത്ത ചോദ്യം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ഉത്തരം ബി ആർ അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ ആണ്. യെസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. 1917 ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിത. ചോദ്യം നോക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്തൊരു വനിത ആരാണ്? ഉത്തരം ഇതാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്തൊരു വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത ചോദ്യം. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം. ഇത് ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഉത്തരം നോക്കൂ. ഉറുദു ഭാഷയിലാണ് സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആരാണിത് രചിച്ചത്? മുഹമ്മദ് ഇക്ബാൽ. ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ഉറുദു ഭാഷയിൽ രചിച്ച ഒരു ദേശഭക്തി ഗാനമാണ് സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത ചോദ്യം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? ഉത്തരം ഇതാണ്.
തലയ്ക്കൽ ചന്തു. ആരാണ്? തലയ്ക്കൽ ചന്തു ആണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നോക്കാം. പുന്നപ്ര വയലാർ സമരം. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, സ്വാതന്ത്ര്യദിന ക്യൂസാണ് നമ്മളിപ്പോൾ കണ്ടത്. കുറച്ച് റെയർ ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പഠിച്ചു വെക്കുക. നമുക്ക് എവിടെ നിന്നാണ് ചോദ്യം വരിക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ക്വിസ് മത്സരത്തിൽ സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. കൂടെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ആണല്ലോ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.